നെക്സ്റ്റ് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, കീടിലൻ ക്വസ്റ്റ്യനാണ്. ഓക്കെ, നല്ല ശ്രദ്ധിച്ചിരിക്കണം, അടിപൊളി ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: ലോസ് ഓഫ് എനർജി വെൻ ടു പാരലൽ കപ്പാസിറ്റേഴ്സ് ഷെയർ ദെയർ ചാർജസ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, എന്താണ്? ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ദ ലോസ് ഓഫ് എനർജി വെൻ ടു പാരലൽ കപ്പാസിറ്റേഴ്സ് ഷെയർ ദെയർ ചാർജസ്. നമുക്ക് ഓരോന്നായിട്ട് സമാധാനമായിട്ട് പറയാം. ഓക്കെ, നമുക്കിവിടെ 2 ചാർജ് ചെയ്ത കപ്പാസിറ്റേഴ്സ് എടുക്കണം. വെറും കപ്പാസിറ്റേഴ്സ് അല്ല, ചാർജ് ചെയ്ത കപ്പാസിറ്റേഴ്സ് ആണ്. ഇപ്പൊ ഇതിന്റെ ഈ പ്ലേറ്റ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇതിന്റെ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്കെ, ഇതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ C1, ഇതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ C2. 2 ചാർജ് ചെയ്ത കപ്പാസിറ്റേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഒരു PD ഉണ്ടാവും, അതാണ് V1. ഇതിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഒരു PD ഉണ്ട്, അതാണ് V2. ഇങ്ങനെയുള്ള 2 കപ്പാസിറ്റേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇവരെ പാരലായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 2ൻ്റെയും നെഗറ്റീവ്സ് തമ്മിൽ കണക്ട് ചെയ്തു, പോസിറ്റീവുകൾ തമ്മിലും കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങളുടെ ഐഡിയ. ഇതിനകത്ത് ഹൈ പൊട്ടൻഷ്യൽ ഏതാണോ, ആരാണോ ഹൈ പൊട്ടൻഷ്യൽ ഉള്ളത്, അതിൽ നിന്ന് ലോ പൊട്ടൻഷ്യൽ ഉള്ളതിലേക്ക് ചാർജ് ഫ്ലോ ചെയ്തിട്ട് 2ൻ്റെയും പൊട്ടൻഷ്യൽ സെയിം ആവും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ്? ഹൗ മെനി ചാർജ്ഡ് കപ്പാസിറ്റേഴ്സ് ആർ ദെയർ? 2 ചാർജ്ഡ് കപ്പാസിറ്റേഴ്സ് ആർ ദെയർ. വാട്ട് ആർ ദെയർ കപ്പാസിറ്റൻസ് വാല്യൂസ്? C1 and C2. Then what are their PD values? V1 and V2. These are connected like this. So what will happen? Charges flow from capacitor at high potential to capacitor at low potential till their potentials become equal. അങ്ങനെ അറ്റൈൻ ചെയ്യുന്ന കോമൺ പൊട്ടൻഷ്യൽ ആണ് V. What is a common potential? V is a common potential. Okay, so അത് കണ്ടുപിടിക്കാൻ പോവാണ്. What is a common potential? എങ്ങനെ കണ്ടുപിടിക്കും? കോമൺ പൊട്ടൻഷ്യലിനെ ഞാൻ V എന്ന് റെപ്രസെന്റ് ചെയ്യാം. V കണ്ടുപിടിക്കണം അല്ലേ? V കണ്ടുപിടിക്കണം. V എങ്ങനെ കണ്ടുപിടിക്കും? V കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. നമ്മൾ C കാണാനുള്ള ഇക്വേഷൻ എന്താ? Q/V എന്താണ്. ഇതിൽ നിന്ന് V കാണാനുള്ള ഇക്വേഷൻ എന്താ? Q/C എന്നാണ്. ഇതിനെ മനസ്സിൽ ധ്യാനിച്ചു. ഇനി നിങ്ങൾ തന്നെ പറയൂ, V എങ്ങനെ കാണും? Q/C എന്നല്ലേ? അപ്പൊ അതിനെ ഞാൻ അങ്ങനെ എഴുതുന്നില്ല, ചാർജ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് എന്ന് എഴുതി. ചാർജ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് എന്ന് എഴുതി. ബുദ്ധിമുട്ടുണ്ടായോ? ഇനി അടുത്തത് ചാർജ് പറയണം. ഇവിടുത്തെ ടോട്ടൽ ചാർജ് പറയണം. ഇതിലെ ചാർജ് Q1 ആണെന്നിരിക്കട്ടെ, ഇതിലെ ചാർജ് Q2 ആണെന്നിരിക്കട്ടെ. വാട്ട് ഈസ് എ ടോട്ടൽ ചാർജ്? നിങ്ങൾ പറയൂ, ടോട്ടൽ ചാർജ് എന്താണ്? Q1 പ്ലസ് Q2. അടുത്ത് വാട്ട് ഈസ് എ ടോട്ടൽ കപ്പാസിറ്റൻസ്? ഈ രീതിയിൽ 2 കപ്പാസിറ്റർ കണക്ട് ചെയ്താൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്രയാ? C1 പ്ലസ് C2. നമ്മൾ നേരത്തെ പഠിച്ചല്ലേ പാരലാകുമ്പോൾ, C1 പ്ലസ് C2. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. C എന്ന് പറഞ്ഞാൽ Q/V അല്ലേ? അപ്പൊ Q എന്ന് പറഞ്ഞാൽ എന്താണ്? Q എന്ന് പറഞ്ഞാൽ CV അല്ലേ? അപ്പൊ ഇതിനകത്ത് Q1 പകരം എന്ത് എഴുതാം? C1V1. അപ്പൊ ഇതിന് പകരം C1V1, അടുത്തതിന് പകരം C2V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 എന്നാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ ഇതാണ് കോമൺ പൊട്ടൻഷ്യൽ. ആദ്യത്തെ സെക്ഷന്റെ ആൻസർ ആയി. സോ once again we have 2 capacitors, 2 charged capacitors. Okay, what are their capacitance value? C1 and C2. Gauri Shankar, C1 and C2. What are their potentials? V1 and V2. You are connecting like this. Then what are their charges? Q1 and Q2. See, what will happen on connecting like this? Charges flow from capacitor at a high potential to capacitor at low potential till both of them attain a common potential V. I want the answer of common potential. How can you calculate V? V എങ്ങനെ കണ്ടുപിടിക്കും? പറയൂ. V എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഇക്വേഷനകത്ത് നിന്ന് V എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറയൂ. V ഈക്വൽ ടു പറയൂ Q/C എന്നാണ്. V ഈക്വൽ ടു Q/C. ഇതിനെ മനസ്സിലായിരിച്ചിട്ട് പറയൂ. V is equal to charge by capacitance. Charge by capacitance. What is the total charge here? Q1 plus Q2. What is the total capacitance here? Parallel C1 plus C2. C1 plus C2. No doubt. Then what is the next? What is charge? Q is equal to CV. What is Q1? C1V1. What is Q2? C2V2. What is C1 plus C2? Okay. This is a common potential they attain. Now both are getting the same potential V. What is the answer of V? C1 V1 plus C2 V2 divided by C1 plus C2. ഇത്രയും മനസ്സിലാ. ഇനി
ഇതുപോലെ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് രണ്ടുപേരും ചാർജർ അല്ലേ? അപ്പൊ രണ്ടുപേരുടെയും പ്ലേറ്റുകൾക്കിടയ്ക്ക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇനീഷ്യലി ഉള്ള എനർജി പറയണം. സോ എനർജി ഇനീഷ്യൽ എനർജി ഇതുപോലെ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇനീഷ്യൽ എനർജി ഇനീഷ്യൽ എന്ന് ഞാൻ വിളിക്കാം. പറയൂ, ഇനീഷ്യൽ എനർജി പറയണം. എനർജി ആണുള്ള ഇക്വേഷൻ ഹാഫ് സി വി സ്ക്വയർ. ആദ്യത്തെ കപ്പാസിറ്ററിലുള്ള എനർജി പറയൂ, ഹാഫ് C1 V1 സ്ക്വയർ. രണ്ടാമത്തേലെ പറയൂ, ഹാഫ് C2 V2 സ്ക്വയർ. രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ എനർജി ആയില്ലേ? ഇനി അടുത്ത് ഇതിന് ശേഷം ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം വാട്ട് ഈസ് എ ഫൈനൽ എനർജി? ഫൈനൽ എനർജി പറയൂ. ഫൈനൽ എനർജി എങ്ങനെ കാണും? പറയൂ. എനർജി ഫൈനൽ എങ്ങനെ കാണും? ഹാഫ് സി വി സ്ക്വയർ ആണ് ഇക്വേഷൻ. ഹാഫ് ഇപ്പോഴത്തെ സി എന്താന്ന് പറയൂ. C1 plus C2. വി എന്താന്ന് പറയൂ. വി അതാണ് വി. അതിന്റെ സ്ക്വയർ പറയൂ. C1 V1 plus C2 V2 divided by C1 plus C2 ന്റെ ഹോൾ സ്ക്വയർ. ഒന്നുകൂടെ ഞാൻ ആ സെക്ഷൻ പറയും, ശ്രദ്ധിക്കൂ. എന്താണ് എനർജി ഇനീഷ്യലും വേണം, എനർജി ഫൈനലും വേണം. Before connecting like this, what is energy of first? Half CV square, half C1 V1 square. What is energy of the second? Half C2 V2 square. What is the total energy? Half C1 V1 square plus half C2 V2 square. No doubt. Then after connecting like this, what is energy? Half CV square is the equation. Half. Then what is C? C1 plus C2. Then what is V? Half C V square. V is that, it's a square. So C1 V1 plus C2 V2 divided by C1 plus C2 the whole square. No doubt. See here C1 plus C2 whole square. 1 C1 plus C2 cancel out. Appo endaavum? Energy final is equal to parayu half parayu idu poi. Then C1 V1 plus C2 V2 the whole square divided by C1 plus C2 now. Doubt illa. So this is energy final. അങ്ങനെയാണെങ്കിൽ what is a loss of energy? ഇങ്ങനെ കണക്ട് ചെയ്യുമ്പം എന്തുമാത്രം എനർജി ലോസ് ഉണ്ടാവും? ഇനിഷ്യൽ എനർജിയിൽ നിന്ന് ഫൈനൽ എനർജി അങ്ങ് മൈനസ് ചെയ്യുക. ഇനിഷ്യൽ എനർജി എന്താണ്? ഹാഫ് C1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് C2 V2 സ്ക്വയർ. അതിൽ നിന്ന് ഫൈനൽ എനർജി മൈനസ് ചെയ്യുക. ഇതാണ് ഫൈനൽ എനർജി. മൈനസ് പറയൂ. ഹാഫ് പറയണം. C1 V1 പ്ലസ് C2 V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഇനി നിങ്ങൾ തന്നെ പറയുക ആൻസർ സീക്വൽ ടു നമ്മുടെ എല്ലാം ഒന്ന് റെഡിയാക്കുക. LCM എന്ത് വരും? ഇതിൽ 2 ഉണ്ട്, അതിൽ 2 ഇൻറ്റു ആ സാധനം ഉണ്ട്. അപ്പോൾ LCM എന്ത് വരും? 2 ഇൻറ്റു C1 പ്ലസ് C2 എന്നാണ് LCM. ഓവർ ദാറ്റ് പറയണം. ഈ C1 പ്ലസ് ഇവിടെ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ C1 പ്ലസ് C2 മണ്ടയിൽ വരും. അപ്പോൾ C1 V1 സ്ക്വയർ ഇൻറ്റു ഇത് മേലെ വരും. പറയൂ C1 പ്ലസ് C2 പ്ലസ് ഇവിടെ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സാധനം മേലെ വരും. അപ്പോൾ പറയൂ C2 V2 സ്ക്വയർ ഇൻറ്റു C1 പ്ലസ് C2 മൈനസ് അടുത്ത പറയൂ ഇവിടെ 2 ഇൻറ്റു C1 പ്ലസ് C2 ഉണ്ട്. അപ്പോൾ ഈ മേലുള്ളത് മാത്രം. അപ്പോൾ C1 V1 പ്ലസ് C2 V2 ദ ഹോൾ സ്ക്വയർ. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. എല്ലാം റെഡിയാക്കി എഴുതണം. വെളിയിലുള്ളതുകൊണ്ട് അകത്തുള്ളതിന് എൻ്റെ പറയൂ C1 സ്ക്വയർ V1 സ്ക്വയർ പ്ലസ് പറയൂ C1 C2 V1 സ്ക്വയർ പ്ലസ് പറയൂ C1 C2 V2 സ്ക്വയർ പ്ലസ് ബാക്കി C2 സ്ക്വയർ V2 സ്ക്വയർ മൈനസ് ബ്രാക്കറ്റിനകത്തുള്ളത് പറയണം. A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആ ഫോമിലാണ് കിടക്കുന്നത്. പറയൂ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ. പറയൂ A സ്ക്വയർ C1 സ്ക്വയർ V1 സ്ക്വയർ പ്ലസ് 2AB 2 ഇൻറ്റു A ഇൻറ്റു B. പറയൂ 2 C1 V1 C2 V2 അടുത്ത് പ്ലസ് B സ്ക്വയർ ഇതാണ് B പ്ലസ് C2 സ്ക്വയർ V2 സ്ക്വയർ. അണ്ടർ ദാറ്റ് 2 ഇൻറ്റു C1 പ്ലസ് C2. ബുദ്ധിമുട്ടില്ല. ഇനി അടുത്ത ഞാൻ ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാണ്. അപ്പം ഞാൻ ഇവിടെ തന്നെ കാണിക്കാം. അപ്പം മൈനസ് ഇവിടെ ഇട്ടു. ഈ ടേം മൈനസ് ആയി.
ഈ ടേം മൈനസ് ആയി. ഓക്കെ, ഇനി എല്ലാം ഒന്ന് റെഡിയാക്കി എഴുതാം. പറയാം. ഈക്വൽ ടു പറയണം C1 സ്ക്വയർ V1 സ്ക്വയർ പ്ലസ് C1 C2 V1 സ്ക്വയർ പ്ലസ് C1 C2 V2 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ V2 സ്ക്വയർ മൈനസ് C1 സ്ക്വയർ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് അത്രയും വെട്ടാനുള്ളത് വല്ലതും ഉണ്ടോ നോക്കൂ. ഏതെങ്കിലും ഉണ്ടോ? ഇതും വെട്ടിക്കളഞ്ഞില്ലേ? ഇനി വേറെ വല്ലതും ഉണ്ടോ? ഇത് രണ്ടും വെട്ടിക്കളഞ്ഞില്ലേ? ബാക്കി ആൻസർ പറയൂ. ഈക്വൽ ടു എത്രയായി? C1 നോക്കി പറയൂ. C1 C2 അതിൽ കോമൺ ഉണ്ട്. അത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി V1 സ്ക്വയർ, അടുത്തതില് പ്ലസ് V2 സ്ക്വയർ മൈനസ് ഇതിലും C1 C2 ഉണ്ട്. അത് ഇനി പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി പറയണം മൈനസ് 2, അടുത്ത V1 V2 അല്ലേ വരൂ. അണ്ടർ ദാറ്റ് പറയണം 2 ഇൻറ്റു C1 പ്ലസ് C2 എന്നായി. ഇനി ഈക്വൽ ടു C1 C2 അതുപോലെ എഴുതി. ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നോ? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ മൈനസ് 2AB. അതെന്താണ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ മൈനസ് 2AB എന്ന് പറഞ്ഞാൽ A മൈനസ് B ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു C1 പ്ലസ് C2. ഇപ്പോ എന്തിന്റെ ആൻസർ കിട്ടി? ലോസ് ഓഫ് എനർജി കിട്ടി. അപ്പൊ നമ്മൾ രണ്ട് ചാർജ് ചെയ്ത കപ്പാസിറ്റേഴ്സിനെ ഇതുപോലെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എനർജി ലോസ് ഉണ്ടാവും. എനർജി ലോസ് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഈ കണക്ഷൻ വയറുകൾ ചൂടാവും. അപ്പൊ അവിടെ എനർജി ഇനിഷ്യലി സ്റ്റോർ ചെയ്ത എനർജിയെക്കാളും കുറവാണ് ഫൈനലി ഉണ്ടാകുന്ന എനർജി. അപ്പൊ ലോസ് ഓഫ് എനർജി ഈ കണക്ഷൻ വയറിൽ ഹീറ്റ് ആയിട്ട് അപ്പിയർ ചെയ്യും. അപ്പൊ ഈ കണക്ഷൻ വയറിൽ നല്ല ഹീറ്റഡ് ആവും. ഇത്രയാണ്. നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കിടിലൻ ക്വസ്റ്റൻ ആണ്. രണ്ട് ചാർജ് ഉള്ള കപ്പാസിറ്റേഴ്സിനെ ഇതുമാതിരി കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? കൂടുതൽ പൊട്ടൻഷ്യലുള്ള കപ്പാസിറ്ററിൽ നിന്ന് കുറഞ്ഞ പൊട്ടൻഷ്യലുള്ള കപ്പാസിറ്ററിലേക്ക് ചാർജ് മൂവ് ചെയ്തിട്ട് രണ്ടിന് ഒരേ പൊട്ടൻഷ്യൽ ഉണ്ടാവും. വാട്ട് ഈസ് എ കോമൺ പൊട്ടൻഷ്യൽ? C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഇനിഷ്യലി സ്റ്റോർ ചെയ്ത എനർജി കൂടുതലും ഫൈനലി ഉള്ള എനർജി കുറവാണ്. അപ്പൊ ഈ ലോസ് ഓഫ് എനർജി എന്തിന്റെ ഫോമിൽ ഉണ്ടാവും? ഹീറ്റ് എനർജിയുടെ ഫോമിൽ ഇൻ ദ കണക്ഷൻ വയേഴ്സ്. ആ ലോസിന്റെ ആൻസർ എത്രയാ? C1 C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു C1 പ്ലസ് C2. ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യേണ്ട ആൻസറുകളാണ്. എൻട്രൻസിനൊക്കെ ഇത് ആവശ്യം വരും. ടെക്സ്റ്റിനകത്ത് ഇത് കൊടുത്ത് നിങ്ങൾ കാണില്ല. അതിനകത്ത് കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിനകത്ത് ഇല്ല. അപ്പൊ ഇതെല്ലാം എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ വൺസ് അഗൈൻ ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് ക്വസ്റ്റ്യൻ. obtain the expression for the loss of energy when two parallelly connected charged capacitors share their charges. Okay, so you consider two charged capacitors. Consider two charged capacitors. Okay, two charged capacitors. Their capacitance are C1 and C2. Their charges are Q1 and Q2. Okay, then the PD between the plates of first one is V1. PD between the plates of second is V2. No doubt. Now I am connecting them like this. The positive plates are connected together. Negative are connected together. So what will happen? The charges flow from capacitor at high potential to capacitor at low potential till both of them attain a common potential. So what is that common potential? Common potential I want. Common potential is represented by the letter V. How can you calculate V? Simple. See, you know the equation C equal to Q by V. Then what is V? V equal to Q by C. You think of this equation. V equal to Q by C. What is Q? Charge. What is C? It is capacitance. Okay. So charge divided by capacitance. Now tell me the answer. What is the charge here? What is the total charge here? It is Q1 plus Q2. Then what is the total capacitance here? Your capacitors are connected like this. So what is the total capacitance? C1 plus C2. Now tell me what is Q? Q equal to CV. Q equal to CV. Am I right? So Q1 equal to C1 V1. C1 V1. What is Q2? C2 V2 divided by C1 plus C2.
Okay, this is a common potential they attain. So how many charged capacitors? 2 charged capacitors. What are their capacitance? C1 and C2. What are their charges? Q1 and Q2. What are their PDs? V1 and V2. So these are connected like this. So on connecting, the charges move from capacitor at high potential to capacitor at low potential till both of them attain a common potential V. What is the expression for common potential? Common potential is equal to C1 V1 plus C2 V2 divided by C1 plus C2. Okay, it is the first section. Now I want the loss of energy. See, on connecting two capacitors like this, you can find that the wires getting heated. ഈ കണക്ഷൻ വയർ ഹീറ്റഡ് ആവുന്നതാണ്. See, here energy is lost in the form of heat. Energy is lost in the form of heat. We want to calculate that loss. Okay, so initially there are charges in the capacitors. See, on connecting like this, there will be loss of energy. There will be loss of energy means initial energy will be greater than final energy. So we want to calculate that loss of energy. So tell me, what is the initial energy? Initial energy I want. Initial energy is represented as U initial. See, energy. How can you calculate energy? Half CV square. What is energy of first one? Half C1 V1 square. What is energy of second? Half CV square. Half C2 V2 square. Okay, no doubt. Then what is the final energy? Tell me, what is the final energy? Final energy I want. Final energy is represented as energy final. Tell me, I know only one equation, half CV square. Half. What is C? What is C? C1 plus C2. C1 plus C2. What is V? V. What is V? This is V. So it's a square. So C1 V1 plus C2 V2 divided by C1 plus C2. It's a square. Okay. So shall we take the square here? So C1 plus C2 cancel out. So energy final is equal to, tell me, half, then parayu, C1 V1 plus C2 V2 the whole square divided by C1 plus C2. ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടായോ? ഇനി വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് ചെയ്യുക. ഏത് വേണം? ഇവിടെ വെച്ച് അങ്ങ് ചെയ്യട്ടെ ഞാൻ. സോ എനർജി ഫൈനൽ ഈക്വൽ ടു പറയൂ. ഹാഫ് എഴുതി, നിങ്ങൾ തന്നെ പറയൂ. പറഞ്ഞോ. A plus B the whole square ആൻസർ പറയൂ. A square plus 2AB plus B square. പറയണം. A square C1 square V1 square plus പറയൂ 2AB 2 into A into B 2 C1 V1 C2 V2 plus B square C2 square V2 square. ഇത്രയായി. അപ്പോൾ ന്യൂമറേറ്റർ ആയി ഡിവൈഡഡ് ബൈ C1 plus C2. കുഴപ്പമില്ലല്ലോ. അപ്പോൾ എനർജി ഇനീഷ്യലുമായി എനർജി ഫൈനലുമായി. ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഇനീഷ്യൽ എനർജിയാണ് ഗ്രേറ്റർ. അപ്പോൾ വാട്ട് ഈസ് എ ലോസ് ഓഫ് എനർജി? ലോസ് എങ്ങനെ കാണും? ലോസ് കാണാൻ, സോ ലോസ് ഓഫ് എനർജി കണ്ടുപിടിക്കുകയാണ്. ലോസ് ഇസ് ഈക്വൽ ടു എനർജി ഇനീഷ്യൽ മൈനസ് എനർജി ഫൈനൽ. സോ എനർജി ഇനീഷ്യൽ എന്താണെന്ന് പറയൂ. വാട്ട് ഈസ് എനർജി ഇനീഷ്യൽ? ഹാഫ് C1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് C2 V2 സ്ക്വയർ മൈനസ് എനർജി ഫൈനൽ ഇതാണ്. പറയൂ. ഹാഫ് പറയൂ. C1 plus C2 അവിടെ ഉണ്ട്. ബാക്കി പറയൂ. C1 സ്ക്വയർ V1 സ്ക്വയർ പ്ലസ് 2C1 C2 V1 V2 പ്ലസ് C2 സ്ക്വയർ V2 സ്ക്വയർ. ഓക്കെ, ഇനി നിങ്ങൾ പറയണം. സി LCM എന്ത് വരും? ഇവിടുത്തെ ഡിനോമിനേറ്റർ 2, ഇവിടെ 2, ഇവിടെ 2 into C1 plus C2. അപ്പോൾ LCM എന്ത് വരും? 2 into C1 plus C2. 2 into C1 plus C2 എന്ന് വരും LCM. ഓവർ ദാറ്റ് നിങ്ങൾ തന്നെ പറയൂ. അപ്പോൾ ഇവിടെ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ C1 plus C2 മണ്ടയിൽ വരും. അപ്പോൾ C1 V1 സ്ക്വയർ ഇൻറ്റു ഈ മേൽ വരും C1 plus C2 പ്ലസ് അടുത്ത് പറയണം. ഈ ഇവിടെ 2 മാത്രമേ ഉള്ളൂ, ഇത് മേൽ വരും. അപ്പോൾ എന്ത് വരും? C2 V2 സ്ക്വയർ ഇൻറ്റു പറയൂ C1 plus C2 മൈനസ് ഇവിടെ ഈ സാധനം തന്നെ ഉണ്ട്. അപ്പം മേലുള്ളത് മാത്രം പറയൂ മൈനസ് പറയൂ C1 സ്ക്വയർ V1 സ്ക്വയർ പ്ലസ് 2C1 C2 V1 V2 പ്ലസ് C2 സ്ക്വയർ V2 സ്ക്വയർ. ഇനി നമുക്ക് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് വെളിയിലുള്ളതൊക്കെ കൊണ്ട് അകത്തുള്ളതിന് ഇൻഡ്യൂം ചെയ്യാം. പറയൂ, പറഞ്ഞോ. C1 സ്ക്വയർ V1 സ്ക്വയർ പ്ലസ്
C1 C2 V1 സ്ക്വയർ പ്ലസ് ഇവിടെയും ഇൻറ്റു ഇത് പറയൂ C1 C2 V2 സ്ക്വയർ പ്ലസ് ഇവിടെയും പറയൂ C2 സ്ക്വയർ V2 സ്ക്വയർ മൈനസ് അകത്ത് കയറ്റുക പറയൂ C1 സ്ക്വയർ V1 സ്ക്വയർ minus 2C1 C2 V1 V2 minus C2 square V2 square. The whole divided by 2 into C1 plus C2. പറയൂ ഏതൊക്കെ കിട്ടും? ഇത് പോയി ഇതും പോയി. ഓക്കെ, ബാക്കി ആൻസർ പറയൂ. എന്ത് കോമൺ എടുക്കാം? C1 C2 എല്ലാത്തിൽ നിന്നും കോമൺ എടുക്കാം. ബാക്കി പറയൂ. ബാക്കി V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ ബാക്കി മൈനസ് 2 V1 V2 ബാലൻസ് ഉണ്ട്. ഇനി ബാക്കി 2C1 പ്ലസ് C2. ഓക്കെ, ദെൻ C1 C2 അതുപോലെ എഴുതി C1 C2. ബാക്കി പറയണം A സ്ക്വയർ പ്ലസ് B സ്ക്വയർ മൈനസ് 2AB. എന്താണ്? A മൈനസ് B ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ എന്തെഴുതാം? V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു C1 പ്ലസ് C2. ഓക്കെ, അപ്പൊ ഇതാണ് എന്തിന്റെ ആൻസർ? ലോസിന്റെ ആൻസർ. ദിസ് ലോസ് വിൽ ബി appearing in the form of what? Heat energy in the connection wires. So how many capacitors are there? 2. Both are charged capacitors. See, initially they have some energy, then after connecting like this, the amount of energy decreases. The difference in energy appears as heat energy. It will be appearing here in the form of heat in the connection wires. Then what is the loss of energy in the form of heat? Loss is equal to C1 C2 into V1 minus V2 the whole square divided by 2 into C1 plus V2. Okay.